ബ്ലോഗ്സിൻ്റെ ഒരു വീഡിയോസിലേക്ക് കൂടി സ്വാഗതം. ഇന്നേക്കൊരു ട്രാവലിനെ പറ്റിയാണ്. വാഹനയാത്രക്കാർക്കും എല്ലാ വാഹനം ഓടിക്കുന്നവർക്കും സുരക്ഷിതവും സുഗമവുമായ യാത്രയാക്കാനും എല്ലാ യാത്രികർക്കും ദൈവാനുഗ്രഹം അപകടരഹിതമായ യാത്രയും ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിച്ചേരാനും അനുഗ്രഹം നേടുന്നു. വീഡിയോ ആരംഭിക്കുന്നു. തിരക്കേറിയ ബസ് സ്റ്റാൻഡുകളും മുഴുവനും ആ വഴിയിൽ അങ്ങനെ നീണ്ടു കിടക്കും. നമുക്കൊരു ഇത് തോന്നും. ഇപ്പം അതെല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ അതെല്ലാം ആ ഒരു കാലം തിരിച്ചു വരാതോന്ന് എന്നൊരു സങ്കടം തോന്നുന്നു. എന്നിട്ടും ആ യാത്രകളെല്ലാം പല നിറത്തിലുള്ള കുപ്പിവളപ്പൊട്ടുകളായി ഓർമ്മകളിൽ നിറച്ചു വെക്കും. ചില യാത്രകൾക്ക് സൗന്ദര്യം തോന്നണമെങ്കിൽ ബസ്സിൽ തന്നെ പോകണം. അങ്ങനെ പോകാനിതാ കുറച്ച് മനോഹര പാതകൾ. ബസ്സിൻ്റെ ചാലകത്തിനടുത്തുള്ള സീറ്റിലിരുന്ന് കാഴ്ചകൾ കണ്ട് പതുക്കെ ഓരോ ദൂരങ്ങളും താണ്ടി താണ്ടി പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന മനോഹരമായ ഇടത്തിനേക്കാൾ മോഹിപ്പിക്കുന്ന നിരവധി കാഴ്ചകൾ ആ യാത്രയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. പല ലൈറ്റുകളും ഇപ്പോൾ അന്നത്തെ കാലത്തമാരില്ല. ഇന്നത്തെ കാലത്തും അധികവും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കടകളും അത് ഇതും കാണും. പിന്നെ ലൈറ്റും വെളിച്ചവും കാണുന്നത് കമ്മിയാണ്. ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാൽ അതും വൈകുന്നേരമായിട്ട് ആ ടൈമുകളിൽ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ആ വെളിച്ചങ്ങളെല്ലാം കാണുമ്പോൾ അത് മനസ്സിനൊരു സന്തോഷമാണ്. എന്ത് മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് കഷ്ടമുണ്ടെങ്കിലും അതൊക്കെ നമ്മളെ വിട്ടു പോകും. നമ്മളറിയാതെ ആ ഒരു കാഴ്ചയിൽ ആ ഒരു പ്രകൃതി ഭംഗിയിലേക്ക് നമ്മൾ അലിഞ്ഞ് ആസ്വദിച്ചു പോകും. നമ്മളുടെ മനസ്സിലുള്ള വേദനകളും സങ്കടങ്ങളും എല്ലാം ആ യാത്രയിലൂടെ നമ്മൾ മറന്നു പോയി ആ യാത്രയിൽ നമ്മൾ അലിഞ്ഞു പോകും. ഒട്ടുമിക്ക ആളുകളും യാത്രക്കായി ഇന്ന് ആശ്രയിക്കുന്ന പ്രൈവറ്റ് ബസ്സുകളാണ്. ഓഫീസ് ജോലിയുള്ളവർ, വിദ്യാർത്ഥികൾ, മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ബസ്സിൻ്റെ ആടി ഉലഞ്ഞുള്ള ആ പോക്ക് പുറമെ നിന്ന് കാണാൻ ഒരു ചെറിയ പേടിയാണ്. എന്നാലും അതൊരു ഭംഗിയാണ്. ഇന്ന് ആ സമയം ബസ്സിനുള്ളിലുള്ള നിൽപ്പ്, മുൻവശത്തിരിക്കുന്ന തരുണീമണികളുടെ മുമ്പിൽ ബസ് ഡ്രൈവർമാർ എപ്പോഴും ഒരു ഹീറോ ആണ്. പെൺകുട്ടികളെ കാണിക്കാൻ വേണ്ടി മാത്രം ചില നമ്പറുകൾ ഡ്രൈവർമാർക്കുണ്ട്. സാധാരണ ഷർട്ടിന് മുകളിൽ കാക്കി ഷർട്ട് ഇട്ട് ബട്ടൺസ് എല്ലാം തുറന്നിട്ട് എന്തൊരു ഇരിപ്പാട്. ഇതൊക്കെ എന്ത് പറ്റുമെങ്കിൽ കൂളിംഗ് ഗ്ലാസും വെക്കും. ബസ്സിൽ എപ്പോഴും പ്രണയഗാനങ്ങൾ
അലയടിച്ചു കൊണ്ടേയിരിക്കും. ആശാൻ സ്റ്റിയറിംഗ് റിങ്ങിന് ഒരു സമാധാനം കൊടുക്കില്ല. കൂടെ ഹോൺ അടിച്ച് നശിപ്പിച്ച് വഴിയെ പോകുന്നവർക്കും ബസ്സിലുള്ളവർക്കും ദൈവത്തെ വിളിക്കും. ബസ്സിലെ കണ്ടക്ടർ, ക്ലീനർ, ചെക്കർ എല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ആ വണ്ടിയിൽ അവർ ജോലി ചെയ്യുന്നത്. നമ്മൾക്ക് അത് കാണുമ്പോൾ ഒരു നേരം ദേഷ്യവും തോന്നും. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ്, ഇങ്ങനെ സാഹസികമായ ഒരു യാത്രയാണ് ഒരു പ്രൈവറ്റ് ബസ്സായിരുന്നാൽ ഏത് ബസ്സായാലും നമ്മൾക്ക് കാഴ്ചവെക്കുന്നത്. അതിൽ പ്രൈവറ്റ് ബസ്സിലും ഏത് ബസ്സിലായാലും സർവ്വബോധവും നഷ്ടപ്പെട്ട് മറ്റൊരു മായാലോകത്തിലെന്ന പോലെ നമ്മളും ആ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഏതോ ഒരു ലോകത്തിൽ നമ്മളും കുറച്ചു നേരം സന്തോഷമായി യാത്ര ചെയ്യുന്നു. എല്ലാവർക്കും ബസ്സിലായാലും ഏത് വണ്ടിയിലായാലും